ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീമാണ്. വളരെ ഈസിയായി ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ പുട്ട് കുറ്റി ഒരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. ഐസ്ക്രീം പെട്ടെന്ന് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കോൺഫ്ലാക്സ്, ചോക്കോ ഫ്ലാക്സ്, കുറച്ച് ബദാം, പിസ്ത, കാഷ്യൂ നട്ട്സ്, കറുത്ത മുന്തിരി, ട്യൂട്ടി ഫ്രൂട്ടി, കുറച്ച് ഹോർലിക്സ് പൗഡർ കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റിയിൽ ആദ്യം ചില്ലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഹോർലിക്സ് പൗഡർ ഇട്ട് കൊടുക്കാം. അത് ഹോൾസൊക്കെ അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹോർലിക്സ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പറോ അലൂമിനിയം ഫോയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് ഇതുപോലെ പൊടിച്ചു കൊടുക്കാം. പിസ്ത, ബദാമൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടുന്നതിന് പകരം ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ സ്ട്രോബെറി ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ നട്ട്സ് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം. ഇതുകൂടി ഒന്ന് ലെവൽ ചെയ്ത് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നട്ട്സൊക്കെ മേലെ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുകൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെ നട്ട്സൊക്കെ വിതറി വീണ്ടും നമുക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. വീണ്ടും കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ മേലെ നട്ട്സൊക്കെ വിതറി കൊടുക്കാം. വാനില ഐസ്ക്രീം വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ നട്ട്സൊക്കെ വിതറി നമുക്കിതൊരു 4-5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ ഈസി അല്ലേ? ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.